ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് മസാല കറിയാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കി എടുക്കുന്നതിൽ നിന്നും കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റിലാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ചപ്പാത്തി, പൂരി, ദോശ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന കറിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് സവാളയാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സവാള ഒരു മീഡിയം സൈസുള്ള സവാളയാണ്. അപ്പോൾ ഇത് ഒന്ന് കനം കുറഞ്ഞ അരിയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇനി ഇതിലോട്ടേക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സവാള വഴറ്റിയെടുക്കാം. നമ്മളിവിടെ സവാള വഴറ്റിയെടുക്കുന്ന ഒരു പാകം എന്ന് പറയുന്നത് സോഫ്റ്റ് ആകുന്ന രീതിയിലുള്ള കുറച്ചുകൂടി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്ന രീതി കുറച്ചൊന്ന് മൊരിയിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഈ ഒരു കറിയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞു വരുന്ന പാകത്തിൽ തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുള്ളത് ചേർക്കാം. എരിവിനനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു തണ്ട് കറിവേപ്പില. പച്ചമുളകിൻ്റെയൊക്കെ എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണക്ക മാറി വരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള നല്ല പഴുത്ത ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ നമ്മളിതിനെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് അടച്ച് വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ. തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലോട്ടേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ ഏകദേശം ഒരു നമ്മുടെ സ്പൂണിനകത്ത് മുഴുവനായിട്ട് വരുന്ന രീതിയിൽ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഗരം മസാല പൗഡറാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അഥവാ കറി ജീരകം പൊടിച്ചിട്ടുള്ളത്, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇനി ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച മണക്ക മാറി വരുന്ന രീതിയിലൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതിലോട്ടേക്ക് 2 ഉരുളക്കിഴങ്ങ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പ്രഷർ കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേവണ്ടെന്നുള്ള രീതിയിൽ, അതായത് കുറച്ചൊന്ന് ഒരു 1/4 ഭാഗം വേവാകുന്ന രീതിയിൽ ഒരു വിസിലൊക്കെ അടിച്ചതിന് ശേഷം എടുത്തിട്ട് കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടാണ് കറിയിലോട്ടേക്ക് ചേർത്തിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും രീതിക്കനുസരിച്ചിട്ടും മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മസാലയൊക്കെ വഴറ്റിയതിന് ശേഷം എപ്പോഴും ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ മസാലയ്ക്ക് ഉരുളക്കിഴങ്ങിലൊക്കെ പിടിക്കുന്നതിന് വേണ്ടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ് നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് തുറന്ന് വെച്ച് കുറച്ചുകൂടി ചെറുതായിട്ട് കൂടി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ കുറുകി വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പിനി വേണമെങ്കിൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കറി ഒത്തിരി അങ്ങ് തിളപ്പിച്ചെടുക്കരുത്. ചെറുതായിട്ട് കറിയിലോട്ടേക്കൊന്ന് ചൂട് കയറി വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയുടെയും പൂരിയുടെയും ദോശയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.